എന്ന പോലെ ഏകനായി. ഇരകാത്തിരിക്കുന്ന വന്യമൃഗത്തെപ്പോലെ ഒരു സമൂഹത്തെ ഒന്നടങ്കം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി അവനെയും കാർന്നു തിന്നാൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. നീണ്ട 10 വർഷം. ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് എങ്ങനെയും അവനെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിനായി നാട്ടിലെത്തിയ ഞാൻ സൈനബയുടെ വീടല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ ജയകൃഷ്ണൻ, തിരുവനന്തപുരത്തു നിന്നാ. തിരക്കഥാകൃത്ത്? അതെ. ഓട് പറഞ്ഞിട്ടുണ്ട്, വരൂ. അബൂട്ടിയോട് എല്ലാം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എല്ലാ അബൂട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. വരണം, വന്ന് അവനെ ഒന്ന് കാണണം. എന്തിനായിരുന്നു ഈ കാത്തിരിപ്പ്? ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും എനിക്ക് വേണ്ടിയോ? സ്നേഹിച്ചിരുന്നു ഒരുപാട്. നിന്നെയും നിന്നേക്കാൾ ഉപരി നിന്റെ സംഗീതത്തെയും. അത് നീ നഷ്ടപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷമായിട്ട് നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകം നിന്നെ കാത്തിരിക്കുന്നു. അവിടേക്ക് നീ തിരിച്ചു വരണം. എൻ്റെ അബൂക്കയും കുട്ടികളോ ഇപ്പോഴത്തെ എൻ്റെ ലോകം. ഞങ്ങൾക്കിനിയും ശബരിയുടെ പാട്ടുകൾ കേൾക്കണം. വലിയ സംഗീത സംവിധായകനാകാനുള്ള നിന്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കി ഇങ്ങനൊരു നശിച്ച ജീവിതത്തിന് കാരണക്കാരിയായി നേരെ ജീവിക്കാൻ
എനിക്ക് വയ്യ. എന്നെ സ്നേഹിച്ച സത്യമായിരുന്നെങ്കിൽ ശബരി തിരിച്ചു വരും. വരണം. മനസ്സിൽ മധുവായി നിന്നോർമ്മ നിറയുമ്പോൾ, മഴവിൽ നിറമായി നീ എന്നിലലിയുമ്പോൾ, പ്രിയ സഖിയേ പോകരുതേ, എൻ മനമുരുകും. മനസ്സിൽ മധുവായി നിന്നോർമ്മ നിറയുമ്പോൾ, മഴവിൽ നിറമായി നീ എന്നിലലിയുമ്പോൾ, പ്രിയ സഖിയേ പോകരുതേ, എൻ മനമുരുകും. ഒരുപാട് മാറ്റങ്ങളുണ്ടായി ശബരിയുടെ ജീവിതത്തിൽ. നിലച്ചു എന്ന് വിചാരിച്ച അവൻ്റെ സംഗീത സബരിയ മലയാളികൾക്ക് വീണ്ടും സ്വന്തമായി. ഇത് കുറേ നേരത്തെ ആകാമായിരുന്നുവെന്ന് എനിക്ക് തോന്നി. അതാണ് എൻ്റെ ദുഃഖം. പക്ഷേ കഴിഞ്ഞുപോയ കുറേ നാളുകളിലെ ശബരിയുടെ അലക്ഷ്യമായ ജീവിതം മാനസിക നിലയേക്കാളുപരി ശാരീരിക നിലയെ വളരെയേറെ തളർത്തിയിരുന്നു. ശ്രുതിതാളലയങ്ങളുടെ ജൈവലോകത്തേക്ക് ഒരു പിടി നാദബീജികളുടെ ചീളുകളുമായി കടന്നുവന്ന ഒരു ജീവിതയാനം നിത്യസംഗീതത്തിൻ്റെ നിശബ്ദ ലോകത്തേക്ക് മടങ്ങി. ചിട്ടപ്പെടുത്താത്ത ഒരുപാട് ആരോഹണ അവരോഹണങ്ങളുടെ യാത്രാമൊഴിയോടെ. പ്രണയത്തിൻ്റെയും രതിയുടെയും അതിവൈകാരികതകൾ സൃഷ്ടിക്കുന്ന അപഭ്രംശത്തിൽ അംഗവൈകല്യം സംഭവിക്കുന്ന സുരഭില നിമിഷങ്ങൾ ഒരിക്കലും തിരികെ വരാതെ പടിയിറങ്ങുമ്പോൾ, തീരാനഷ്ടങ്ങളുടെ തോരാമഴയായി മാറുമ്പോൾ, എന്തേ നീ അറിഞ്ഞില്ല നഷ്ടപ്പെടുത്തിയ ജീവിത നിമിഷങ്ങളുടെ ആർദ്രതയ്ക്ക് മുൻപിൽ യാചനാ ചഷകവുമായി നിൽക്കുന്ന അനേകായിരങ്ങൾ നിനക്ക് ചുറ്റിലുമുണ്ടെന്ന്.